അച്ഛനമ്മ സഹോദരങ്ങൾ. അച്ഛനമ്മ സഹോദരങ്ങളുണ്ട്. അവരൊക്കെ അങ്ങ് ഡെറാഡൂണില്ല. അത് തനിക്കെങ്ങനെ അറിയാം? ആ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട്ട് നിന്ന് ചന്ദ്രയുടെ കോണ്ടസ കാറ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ? അപ്പൊ പരിചയപ്പെട്ടതാ കോണ്ടസ. കോണ്ടസ അന്ന് പരിചയപ്പെട്ടതാ. എന്നിട്ട് അന്ന് താനത് പറഞ്ഞില്ലല്ലോ. അന്ന് നിങ്ങൾ കണ്ട കീരിയും പാമ്പും പോലെയല്ലേ? ഞാൻ മിണ്ടി കണ്ടു എന്നങ്ങാൻ പറഞ്ഞ എന്റെ മേൽ ചാടി കയറാനോ? ഓഹോ, അപ്പൊ ഇരവി മാമൻ മാത്രമേ നേരത്തെ ഇവിടെ ആൽഫിയെ കണ്ടിട്ടുള്ളതാണല്ലോ. എന്നാ ഞാൻ ഒരു സത്യം പറയാം. എന്നാ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. രണ്ടുപേരും പറയാൻ പോകുന്ന ഒരു സത്യമില്ല. അപ്പൊ അത് ഞാൻ സത്യം പറഞ്ഞാൽ എന്താ? അപ്പൊ അത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ കള്ളനാവും. ഞാൻ സത്യം പറയാം. ആ സത്യമല്ല ഈ സത്യം. എനിക്കെങ്ങനെ കള്ളനാവും? ഈ സത്യം ഞാൻ പറയാം. ഞാനൊരു ബിയർ അടിച്ചു. ബിയർ? ആ ബിയർ. എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആൽഫി പറഞ്ഞു ഒരു ബിയർ അടിക്കാമെന്ന്. ഇപ്പോഴത്തെ ടെൻഷന് ഞാൻ അന്ന് ആദ്യമായിട്ടൊരു ബിയർ അടിച്ചു പോയി. ആദ്യമായിട്ട് താനല്ലെങ്കിലും പാത്തും പതുങ്ങിയും ഇടയ്ക്കൊക്കെ ലേശം അടിക്കാറുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം? ആ പോവാ ഇങ്ങോട്ട്. ആ പീസിൽ കുറച്ച് പണിയുണ്ട് നീയാണ് പറഞ്ഞു. ആൽഫി, എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. എന്നാലും 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അത് മതി, അത് മതി. പ്രഷറൊക്കെ നോർമലായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വേണമെങ്കിലും പറയാം. ഇപ്പൊ വേണ്ട, മനസമാധാനമായിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. വർമ്മ സാറ് കിടന്നോണം. ഞാൻ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്.